വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്താ ഒരു ചൂടില്ലേ വെയിലിന്, ഇടയ്ക്കൊരു മഴയൊക്കെ കിട്ടാറുണ്ട്, അതൊരാശ്വാസം. അപ്പോൾ ഈ പൊള്ളുന്ന വെയിലത്ത് നമുക്ക് ദാഹം മാറ്റാനും പിന്നെ ശരീരത്തിന് വളരെ വളരെ ഗുണമുള്ളത്, ആരോഗ്യത്തിനും സൗന്ദര്യത്തിനൊക്കെ ഗുണമുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ പിന്നെ നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതാ ഹെൽത്തി ജ്യൂസ് സിറപ്പ് ഉണ്ടാക്കാൻ 1 കിലോ ബീറ്റ്റൂട്ട് നല്ലപോലെ തോലെല്ലാം ചെത്തിപ്പോക്കി വൃത്തിയാക്കി കഷ്ണം മുറിച്ചിട്ടു. അതിലേക്ക് ഇതാ ഒരു 3 ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു കുക്കറിലിട്ടിട്ട് അത് കഷ്ണങ്ങൾക്ക് ലെവലായിട്ട് വെള്ളം വെക്കുക. എന്നിട്ടൊരു 4 വിസിലടുപ്പിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നല്ലോണം വെന്തിട്ടുണ്ടാവും. എന്നിട്ട് തണുക്കാൻ വെക്കുക കേട്ടോ. തണുത്തിട്ടിതാ ഞാനിപ്പോൾ അതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇടാൻ പോവുകയാണ്. ആ കഷ്ണങ്ങളും ആ വേവിച്ച വെള്ളത്തോടു കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫൈനായിട്ട് അടിച്ചെടുക്കണം. ഇതാ ഞാൻ അടിച്ചെടുത്തു വന്നു. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ വേണം അരിച്ചെടുക്കാൻ. എന്താ പറയുക, ചെറിയ കഷ്ണങ്ങളൊക്കെ എവിടെയെങ്കിലും അടിയാണ്ട് കിടന്നാലോ. അപ്പോൾ അതൊന്ന് നല്ല പോലെ അരിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതാ ഒരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയിലേക്കാണ് അരിച്ചെടുക്കുന്നത്. ഇനി അതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് 1 ലിറ്റർ വെള്ളമാണ്. 1 ലിറ്റർ വെള്ളം, 1 കപ്പ് പഞ്ചസാരയും 3 ചെറുനാരങ്ങ നീരും 2 കഷ്ണം ഇഞ്ചി നീരെടുക്കണം കേട്ടോ. ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് അതേ കപ്പിൻ്റെ അളവ് തന്നെ 1 കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ അതേ ഈക്വലായിട്ട് പഞ്ചസാരയും ഇടണം. പിന്നെ അതാ നമ്മൾ പിഴിഞ്ഞെടുത്ത് 3 ലെമണിൻ്റെ ജ്യൂസ്. ലെമൺ ജ്യൂസ് നല്ലൊരു പ്രിസർവേറ്റീവാണ് കേട്ടോ. അതുപോലെ ഇഞ്ചി നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇഞ്ചി നീരിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ അടുപ്പത്ത് വെച്ച് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്കിതാ ഒരു പിഞ്ച് സാൾട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടീസ്പൂൺ പോലെ ഏലക്കാപ്പൊടി, അത് അതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. എന്നിട്ട് നല്ലോണം തിളയ്ക്കുമ്പോൾ സ്റ്റൗ ഓഫാക്കുക. എന്നിട്ട് ഈ തിളപ്പിച്ച വെള്ളം നമ്മൾ ഉണ്ടാക്കി വെച്ച പ്യൂരി ഇല്ലേ, അത് അടുപ്പത്ത് വെക്കുക, ബീറ്റ്റൂട്ട് പ്യൂരി. അതിലേക്ക് നമ്മൾ ഈ തിളപ്പിച്ച വെള്ളം ഒന്ന് അരിച്ചൊഴിക്കണം. എന്താണെന്നറിയോ, ഏലക്കാൻ്റെ കുരുവൊക്കെ ഉണ്ടാവും കേട്ടോ അതിൽ. അപ്പോൾ ഒന്ന് അരിച്ചൊഴിക്കുക നല്ലോണം, ആ വെള്ളം മുഴുവൻ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഏലക്കാൻ്റെ പൊടിയാണ് ഇത്. അത് മാറ്റുക. പിന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു തള വരുമ്പം പിന്നെ അത് മീഡിയം ഫ്ലെയിമിലാക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ ഊറിപ്പിടിച്ചാലോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ തിളപ്പിച്ച് ഇത് കുറച്ച് റെഡ്യൂസ് ചെയ്യണം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഒന്ന് കുറയണം. അപ്പം നമുക്കൊരു തിക്കായിട്ടുള്ള ജ്യൂസ് കിട്ടുക കേട്ടോ. ഇതിപ്പോൾ കണ്ടോ കുറേ കുറഞ്ഞിട്ടുണ്ട്, നല്ലോണം തിളച്ച് വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താ അറിയോ, ഇത് കുറേ കാലം നമുക്ക് സൂക്ഷിക്കാം. ഇനി സ്റ്റവ് കൊണ്ട് ഓഫ് ചെയ്യുക കേട്ടോ. ഇത് കുറക്കാലം ഫ്രിഡ്ജിൽ വെച്ചാലൊന്നും ചീത്തയാവില്ല കേട്ടോ. അതിനാണ് ഇത്രയും തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നത്. ഇത്ര ഭാഗം കണ്ടോ അതിൻ്റെ വെള്ളം വറ്റിയതാണ്. ഇനി ഇതൊന്ന് നല്ല പോലെ തണുക്കാൻ വെക്കുക കേട്ടോ. ഇപ്പോൾ അതാ നല്ലോണം തണുത്തിട്ടുണ്ട്. കണ്ട ജ്യൂസ് ഒരു തിക്കായിട്ടില്ലേ, ഒരു സിറപ്പ് പോലെ. അതാ ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്തിനാണെന്നറിയാം, നമുക്കൊരു ബോട്ടിലൊക്കെ ആക്കണമെങ്കിൽ ചീനച്ചട്ടിയോടുകൂടി ഒഴിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചൊഴിക്കുക. വീണ്ടും അരിക്കണേ, എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അരിക്കുന്നത് നമ്മൾ. അടോ ഇത്രയൊക്കെ ഉണ്ട് അതിൽ അടിഞ്ഞുകൂടിയത്, അതുപോട്ടെ. ഇനി നമ്മളിതെങ്ങനെയാണ് ഗസ്റ്റ് വരുമ്പോൾ സെർവ് ചെയ്യാമെന്ന് കാണണ്ടേ, പെട്ടെന്ന് കൊടുക്കുക കേട്ടോ. ഇതാ കുറച്ചൊരു 1/4 ഭാഗം പോലെ ഒരു ഗ്ലാസ്സിൽ സിറപ്പ് എടുക്കുക കേട്ടോ, ബീറ്റ്റൂട്ട്. എന്നിട്ട് അതിൻ്റെ ബാക്കി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണേ. ഇതാ ഇത്രയും മതി സിറപ്പ് കേട്ടോ. അങ്ങനെ 2 ഗ്ലാസ്സിൽ ഞാൻ എടുത്തു. ഇനി ബാക്കി നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതാ
ഇത് മതി, ഒരു ഗ്ലാസ് കുടിച്ചാൽ നിങ്ങളെ ദാഹവും ക്ഷീണവും പിന്നെ ആരോഗ്യത്തിന് വളരെ നല്ലതാട്ടോ. ബീറ്റ്റൂട്ടിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ ശരീരത്തിനും അതായത് ചർമ്മത്തിനും കണ്ണിനും എല്ലാം വളരെ നല്ലതാണ്. അപ്പം ബാക്കിയുള്ള ജ്യൂസ് ഞാനിത് ഒരു ബോട്ടിലാക്കുകയാണ്. ഒരു ഗ്ലാസ് ബോട്ടിലാണിത്. അതിലാക്കി അടച്ചു വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എടുത്തു കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. കുട്ടികൾക്ക് ബീറ്റ്റൂട്ടിൻ്റെ ഉപ്പേരിയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ വേഗം കഴിച്ചോളൂ കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ വിലയേറിയ ലൈക്കുകൾക്കും കമൻറ്റുകൾക്കും എല്ലാം വളരെ താങ്ക്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.